ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. മെയ് 2025. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1 ഇതാണ്. പൈൽ നമ്പർ 2 ആൻഡ് ദിസ് ഇസ് പൈൽ നമ്പർ 3. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. So, pile number 1. So, pile number 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. സോ പൈൽ നമ്പർ 1 മെയ് മാസം 2025 നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. ഓക്കെ, ക്ലോവർ, coffin, mice energy, tree energy, beautiful energy, garden, അതുപോലെ തന്നെ bear. ഓക്കെ, coffin and bear energy ആണ് വന്നിരിക്കുന്നത്. കുറച്ച് ഈ ഒരു മന്ത് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബ്യൂട്ടിഫുൾ എനർജിയാണ്. അതേപോലെ ക്ലൗർ ആൻഡ് ഗാർഡൻ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾ ലൈഫിലൊന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. വലിയ 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 കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സമയം എന്ന് പറയാം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല റെട്രോഗ്രേഡ്സും മാറി വരുന്നൊരു സമയമാണ്. ഇപ്പോൾ മെർക്കുറി റെട്രോഗ്രേഡ്സ് 7th ഏപ്രിൽ 7th മാറി മുന്നോട്ടേക്ക് വരുന്നു. ഈ ഒരു മാസം ജനറലി പല കാര്യങ്ങളിലും നിങ്ങളൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം, മുന്നോട്ടേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി, നമ്മൾ പറയില്ല ഓൾ ഈസ് ഗുഡ്, എല്ലാം നല്ലതായി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. റഷ് ചെയ്ത്, അതായത് ധൃതി പിടിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ നമ്മളുടെ പരിധികൾ എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാവാം ഇത് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ പരിധികൾ നമ്മൾ വിട്ടിട്ട്, അതായത് സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്താണ് എടുത്തു ചാടി ഒരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പോസിറ്റിവിറ്റി ആണ്, എടുത്തു ചാടി ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതർവൈസ് ക്ലൗവർ എനർജി ആൻഡ് ഗാർഡൻ എനർജി സൂചിപ്പിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വാതിൽ തുറക്കുന്ന ഒരു സമയമാണ്. ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ വളരെ സക്സസ്ഫുൾ ആകുന്ന ഒരു സമയമാണ്. ഒന്നും വേറി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനത്തെ ഒഴിച്ച് ജീവിതത്തിൽ മുന്നേറ്റം തന്നെയാണ്. യുവർ ബിൽഡിംഗ് ന്യൂ ലെഗസി, നമ്മൾ പറയും നിങ്ങളുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ നിങ്ങൾ പടുത്തുയർത്തുന്ന ഒരു സാഹചര്യമാണ്. ഒരു ധൃതി പിടിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് വളരെ വളരെ മികച്ചൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു 9 of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ആണ്. അതേപോലെ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി സിറ്റുവേഷൻസ് ആണ് ഇവിടെ. ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻ, ഒരു പെർമനൻറ്റ് ഹയർ പൊസിഷൻ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സാമ്പത്തികമായിട്ടുള്ള നിലയിൽ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. അതേപോലെ തന്നെ ലൈഫ് ലോങ് ഒരു നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷേ ആ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടോ വർക്കൗട്ട് ആയില്ല, നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതായിരിക്കും, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു സങ്കുചിതാവസ്ഥയാണ്, ഇതിനെ മുന്നോട്ടേക്ക് പോകണോ, ഇതുപോലെ തന്നെയായിരുന്നു മറ്റേ റിലേഷൻഷിപ്പും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം, പ്രത്യേകിച്ച് ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നവരെ സംബന്ധിച്ച്. പക്ഷേ ഇത് അങ്ങനെയല്ല. ദിസ് ഇസ് ഒരു ലോങ് ടേം, ലൈഫ് ലോങ് ഉള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ഇതാണ് നിങ്ങൾക്കുള്ളൊരു നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് കഫിൻ ആൻഡ് ട്രീ എനർജിയാണ്. ഈ ഒരു ട്രീ എനർജി, ആ ഒരു പോസിറ്റിവിറ്റി, സ്പ്രിംഗ് ട്രീ ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് ന്യൂ തിങ്സ് ആണ്. 6 of Pentacles എനർജി കണക്ഷൻസ് ഫീൽ ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി കണക്ഷൻസ് ആണത്. മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു പ്രോസസ്സ് മുന്നോട്ടേക്ക് പോകുന്നത് പെട്ടെന്നുള്ളൊരു സക്സസ് ചില ആളുകളെ സംബന്ധിച്ച് കാണും. ക്വിക്ക് സക്സസ് ആണ് ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നവർ കരിയർ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം, ഇൻ്റർവ്യൂവിനൊന്നും വിളിച്ചിട്ടുണ്ടാവില്ല കുറേ നാളായിട്ടും, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇൻ്റർവ്യൂവിലും വിളിക്കുന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതേപോലെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അതായത് യെസ് ഓർ നോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ അല്ലയോ, അത് പെട്ടെന്ന് യെസ് ഓർ നോ സിറ്റുവേഷൻ. അതായത് നിങ്ങൾക്ക് അധികം ആലോചിക്കേണ്ടുന്ന, അത് ചിലത് ശരിയായിരിക്കും, ചിലത് തെറ്റായിരിക്കും, എല്ലാത്തിലും പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനത്തെ ഒരു ഡൗട്ടൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. അതായത് എനിക്ക് എക്സാക്ട്ലി അറിയാം ഇതാണ് വേണ്ടത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇതോ അതോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ലോങ് ടേം എഫേർട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുറച്ചധികം നാളായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം ഇവിടെ കുറച്ച് ജലസി കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം ഒരു വസന്തത്തിലേക്കും, ഗാർഡൻ എനർജി ആൻഡ് ട്രീ എനർജി, സ്പ്രിംഗ് ട്രീ കണക്ഷനാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളുടെ ചുറ്റുപാടിലും ഒരു കാരണം നിങ്ങൾ ഒത്തിരി മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന ഒരു മാസമായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് വലിയ പ്ലാനറ്ററി പൊസിഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക്, അതായത് അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ പല റെട്രോഗ്രേഡ്സ് ഒക്കെ കഴിയുന്ന സമയം, വീനസ്, മെർക്കുറി, അതുപോലെ തന്നെ പല പ്ലാനറ്റ്സും ആ ഒരു പൊസിഷൻ മാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകും. തെളിമ എല്ലാം കഴിഞ്ഞ് ഒരു തെളിച്ചം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒത്തിരി ഇയേഴ്സായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ചുറ്റുമുള്ള ചില ആളുകളിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളെ നെഗറ്റീവായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ശ്രമിക്കാം. പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന, വളരെ ഹെവിലി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി. അതേപോലെ തന്നെ കെഫിൻ ആൻഡ് ബെയർ ഗ്രിസ്ലി ബെയർ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, കെഫിൻ ബെയർ എനർജി കണക്ഷൻസ്, ബെയർ സൂചിപ്പിക്കുന്ന ഹൈബർനേഷൻ. അപ്പോൾ അതായത് റിലാക്സ് ചെയ്യുന്ന ഒരു സമയമാണ്. യു ഹാവ് ടു റെസ്റ്റ്, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. അതായത് സക്സസ്ഫുൾ ആകുന്നു, കരിയറിൽ മുന്നോട്ടേക്ക് പോകുന്നു, ഇതൊക്കെ ലൈഫിലുണ്ടാകുമ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക് ആവുന്നില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് നോഡ് ഇൻ കർമ്മ സിറ്റുവേഷൻ ആവാം. അപ്പോൾ കർമ്മയാണ്, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കാർമിക് സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പോസിറ്റീവ് കർമ്മ. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണ്. ആ ഫലം നിങ്ങൾ ആസ്വദിക്കുന്നു, ഒന്ന് കുറച്ചൊക്കെ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. അമിതമായിട്ടുള്ള ഹാർഡ് വർക്ക്, നിങ്ങൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തതിനുള്ള ഫലമാണ്. അപ്പോൾ ഇനി റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രിറ്റി ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആൽക്കമി എനർജി, നിങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയായിരിക്കാം, ബിസിനസ്സോ കരിയർ എന്ത് തന്നെ ആയിട്ട് അതിൽ മുന്നേറുന്നുണ്ട്. അതേപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും കൂടിയിട്ടാണ്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സിറ്റുവേഷനിൽ എങ്ങനെ, എവിടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പേഴ്സണൽ പ്രൊജക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ പ്രൊജക്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ചില കാര്യങ്ങൾ സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യാവുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ, ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, അതേപോലെ യാത്രകൾ പോകുന്നു, ഇങ്ങനത്തെയൊക്കെ ഒരു എനർജിയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ മൈസ് ആൻഡ് ഗാർഡൻ എനർജിയാണ്. അപ്പോൾ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്
നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളായിരിക്കാം, അവരുടെ വാക്കുകൾ അവർ വളരെ സത്യസന്ധരായിരിക്കും, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, പക്ഷെ പറയുന്ന വാക്കുകൾ സത്യസന്ധതയാണുള്ളത്. പക്ഷെ അവർ കാര്യമായിട്ട് ഷുഗർ കോട്ട് ചെയ്ത് പറയാത്തത് കൊണ്ട്, മധുരത്തിൽ പൊതിഞ്ഞ് പറയാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങളോട് അവരോടൊരു ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അവർ പറയുന്നത് സത്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരത് മധുരത്തിൽ തേനിൽ ചാലിച്ചല്ല പറയുന്നത് എങ്കിലും അവർ പറയുന്നത് സത്യമാണ്, അവർ പറയുന്നത് അനുസരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം. നിങ്ങളിവിടെ ചിന്തിക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ലൈഫ് ആരാണ് പറയുന്നത്, നിങ്ങളുടെ എതിരാളിയാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ ചില ആളുകൾ നിങ്ങളോട് ദേഷ്യമുള്ളവരാണെങ്കിൽ പോലും അവർക്ക് നമ്മളോട് പെട്ടെന്ന് ദേഷ്യമുള്ളവരോ നമ്മളോട് അസൂയുള്ള ആളുകളോ ആണെങ്കിൽ അവർ നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കരായിരിക്കും. കാരണം അവരെപ്പോഴും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. ചില ആളുകൾ അവർ പൊതുവേ നെഗറ്റീവ് ആയിരിക്കും, അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെന്ന് പറയും, നമ്മളെല്ലാത്തിലും പോസിറ്റിവിറ്റി കാണുകയാണെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകൾ എല്ലാത്തിലും നെഗറ്റിവിറ്റി കണ്ടുപിടിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അവർ പറയുന്ന കാര്യങ്ങളും അത്രയും നെഗറ്റീവായിട്ടുള്ളതാണോ, അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നുണ്ടോ എങ്കിൽ അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ഒരു ന്യൂട്രലായിട്ട് നിന്നിട്ട് ശ്രദ്ധിച്ചു നോക്കാം. പക്ഷേ അതിൽ സത്യാവസ്ഥ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇനി പറയുന്നത് ആരായാലും ആ പറയുന്നതിൽ കഴമ്പുണ്ട്, അത് ആ ഒരു നെഗറ്റിവിറ്റി മാറ്റിയാൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എനർജി. അതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ആ ഒരു നിങ്ങളുടെ ചില വ്യക്തികൾ അവരുടെ വാക്കുകളിൽ പറയില്ലേ മുള്ള് ആയിരിക്കും, പക്ഷെ അവരുടെ ലൈഫ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിനനുസരിച്ച് മാറ്റം വരുത്തി അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായി ബെറ്ററായി മാറി, നിങ്ങളോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ കരിയറോ എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങളെന്നത് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സിറ്റുവേഷൻസ് വന്നത്, താങ്ക് യു എന്ന് പറയുക എന്നുള്ളത്. കാരണം ചില ആളുകൾ അവർ പർപ്പസ്ഫുള്ളി പറയുന്നതല്ല, അവരുടെ ലൈഫ് അങ്ങനെ ആയതുകൊണ്ട് അവരെ അപ്രീസിയേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ മറ്റുള്ളവരോട് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റും. ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സൗഹൃദമായിട്ടോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അവരുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ഇത്രയും നല്ല വാക്ക് പറഞ്ഞൊരു വ്യക്തി എന്നുള്ളത് നിങ്ങളും ആവാമെന്നുള്ള രീതി. എന്തായാലും ഒരു 3 of Cups എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വർക്കിംഗ് ടുഗെദർ എനർജി ഉണ്ട്. 3 of Pentacles, 3 of Cup എനർജി സൗഹാർദ്ദപരമായിട്ടുള്ള ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കരിയറിലാവാം, കുടുംബ അന്തരീക്ഷത്തിലാവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുണ്ടായിരുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എ ബിഗ് താങ്ക് യു ഓൾ ഓഫ് യു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഫയൽ നമ്പർ 2. ഫയൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. സോ ഫയൽ നമ്പർ 2 മെയ് മാസത്തെ സന്ദേശം. മെയ് മാസം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഫയൽ നമ്പർ 2 നമുക്ക് നോക്കാം. ഓക്കെ, സോ ബ്ലാക്ക്ബെറി, ജുനിപ്പർ, ഫേൺ, അതുപോലെ സേജ്, ഗാർലിക്, ലിലി. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി ഈ ഒരു കാർഡുകളെ നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ബ്ലാക്ക്ബെറി ആൻഡ് ഗാർലിക് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ
നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാണ് കൂടുതൽ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിറ്റിയിലായിരിക്കും, വില്ലേജിൽ നിന്ന് വന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ സിറ്റിയിൽ ജീവിച്ച് വില്ലേജിലേക്ക് പോയ ഒരാളായിരിക്കും. മാറ്റങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നേച്ചറിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആവാം ഒന്നുകിൽ. കാരണം നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്, അവിടെ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായി. ഇപ്പോൾ നിങ്ങൾ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് സിറ്റിയാണ് പറ്റുന്നത്, ഗ്രാമത്തിൽ അങ്ങനെ അത് പറ്റില്ല എന്നുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ നേച്ചറിനോട് അടുത്ത് നിൽക്കുമ്പോഴൊക്കെ ശരിക്കും നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഇട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസിലുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ വ്യക്തിയാണ്, ഇതാണ് നിനക്ക് പറ്റിയത്, ഇങ്ങനെയാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളിൽ ശ്രദ്ധിച്ചാൽ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ സ്വഭാവം, പൊതുവെ എല്ലാ കുട്ടികളും ഒരു ഇന്നസെൻസ്, ദേ ആർ ബോൺ വിത്ത് ദാറ്റ് ഇന്നസെൻസ്. ചില ഇന്നസെൻസും അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. പക്ഷെ അത് വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഈ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ഈ ഒരു മാറ്റം, പല മാറ്റങ്ങളും മുന്നോട്ടേക്ക് വരുമ്പോൾ വരുന്നത് ഭൂരിഭാഗം അത് അവരുടെ അപ്ബ്രിങ്ങിങ് ചുറ്റുപാടുമുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കും, ചിലപ്പോൾ വീട്ടിലത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ, ഇങ്ങനെ ചുറ്റുപാടുമുള്ള പല സാഹചര്യം കൊണ്ട് അവരുടെ ചിന്താഗതി മൊത്തത്തിൽ മാറുന്നുണ്ടാവും. അപ്പോൾ ആ പറയുന്ന കൂടെ നിൽക്കുന്നത് ആരാണോ അവരുടെ ചിന്തയെ ചില ആളുകൾ അഡോപ്റ്റ് ചെയ്യും. അത് അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള അവരെവിടെയാണോ ദേ ബിലോങ് ടു, നിങ്ങൾ എവിടേക്കാണോ ഉള്ളത് അവിടെ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടേക്ക് വളരെയധികം ആകൃഷ്ടരാകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇവിടെ. ഇനിയിപ്പോൾ വില്ലേജിൽ ജീവിച്ചിട്ട് സിറ്റി പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സിറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് കൂടുതലായിട്ട് പോകാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ടും ക്ലോസ് ടു നേച്ചർ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാകുകയാണ്. മറ്റ് ആളുകളുടെ, ചില ആളുകളും ഇവിടെ ഭയങ്കര അമിതമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങളൊരു സോഷ്യൽ അനിമലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും സോഷ്യൽ ബട്ടർഫ്ലൈ, എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കുന്നു എന്നുള്ളതും മറ്റുള്ളവരായിട്ട് ചേർന്ന് ജീവിക്കുന്നതാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എല്ലാവരോടും ഞാൻ ചിരിച്ചു കളിച്ച് നടക്കുന്നു എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നിങ്ങൾ ഇതുവരെ, അല്ലെങ്കിൽ എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മിത്ത് അതിലായിരിക്കും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ ചിരിച്ചു കളിച്ച് നടക്കുന്നതും ഒരു ദിവസം അവരാരും നിങ്ങളെ കണ്ടില്ലെങ്കിൽ, പക്ഷെ അവരിൽ എത്ര പേര് നിങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ എല്ലാവരും കാണുമ്പോൾ ഹായ് ഹലോ പറയുന്നു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ചില ആളുകളെ, എല്ലാവരിലും അല്ല, ചില ആളുകളത് മനസ്സിലാക്കുന്ന സിറ്റുവേഷനാണ്. അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബൗണ്ടറി ആവശ്യമാണ്. കാരണം എല്ലാവരോടും സുഹൃത്തുക്കളായിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല, പലർക്കും പല സ്വഭാവങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങളും അതിന് പകരം സെലക്റ്റീവായിട്ട് ആളുകളെ മനസ്സിലാക്കി കൂടെ നിർത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ വേണ്ടതെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലാക്ക്ബെറി എനർജിയാണ് എല്ലാവരോടും സ്വീറ്റായിട്ട് സോഷ്യൽ ബട്ടർഫ്ലൈ ആയിട്ട് നടക്കുന്നത് നല്ല കാര്യം തന്നെ. ഗാർലിക് എനർജി എന്ന് പറയുന്നത്, ഗാർലിക് എനർജി നമുക്കറിയാം, ഗാർലിക് അതായത് വെളുത്തുള്ളിയുടെ ആ ഒരു എനർജി എന്താണത്, ഒരു പച്ചക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ മണം, അതിൻ്റെ എല്ലാം ഒരു ബാഹ്യമായിട്ട് നെഗറ്റീവ് ഫീലാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം അത് ആരോഗ്യത്തിന്, നമ്മൾ പറയുമല്ലോ ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പാസ്റ്റ് വിട്ടിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അത് സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ജൂനിപ്പർ എനർജി ആൻഡ് സേജ് എനർജിയാണ്. ജൂനിപ്പർ എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ്. നിങ്ങൾ ഇതുവരെ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോവാണ്, പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, അതായത് ഈ വരുന്ന പുതിയൊരു ജീവിതം എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് നിങ്ങൾ മാറി മാറി പോവല്ല, ഈ പെർമനൻ്റ് ആയിട്ട് ഈ വഴിയാണ്, ഇതുപോലെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ആ ഒരു ജീവിതത്തിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും, പുതിയ
സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാണ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പിടിപിടിന്ന് കാര്യങ്ങൾ നടത്തുക എന്ന് പറയും. ആ ഒരു എനർജിയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു എനർജി സെയ്ജ് എന്ന് പറഞ്ഞ എനർജി ഒരു സ്വീറ്റ് എനർജിയാണ്. സാൽവിയ എനർജി ഒരു സ്വീറ്റ് പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ തന്നെ നിങ്ങളെ തന്നെ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ അടുത്തിടയ്ക്കുണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഫീൽ ഗുഡ് അനുഭവപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നൊരു മാസമാണ് ഇവിടെ. ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ സ്പിരിച്വൽ കൾച്ചർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ റിലീജിയസ് ആവുന്നുണ്ടാവും, റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള അങ്ങനെയുള്ള റിച്വൽസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ തന്നെ എങ്ങനെയാണോ നിങ്ങളെ കണ്ടിരുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പലരും ലൈഫിൽ എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടാണ് കാണുന്നത്. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഭൂരിഭാഗം വരുന്ന രീതിയിലും സ്വയം ഇഷ്ടപ്പെടുന്നത്, സ്വന്തമായിട്ട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് അച്ഛനമ്മമാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പറയുകയാണെങ്കിൽ അവർ ഡ്രസ്സ് വാങ്ങിയപ്പോൾ അച്ഛന്മാരപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും, സ്വയം വാങ്ങിക്കില്ല. കാരണം അത് സ്വയം വാങ്ങിച്ചാൽ സ്വയം ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതിനും കൂടി കുടുംബത്തിൽ എന്നുള്ളത് അതൊരു തരത്തിൽ പറഞ്ഞൊരു ടോക്സിസിറ്റി ആണ് എന്നുള്ളത്. അതായത് ബാക്കിയുള്ളവർ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാവരുടെയും കണ്ട് ആസ്വദിക്കുന്ന ത്യാഗം എന്നുള്ളൊരു ചിന്ത. പക്ഷേ ആ ഡ്രസ്സ് സ്വയം ഇടാതിരിക്കുമ്പോൾ കാണുന്ന മറ്റുള്ളവർ, അതായത് ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരുടെയിലേക്ക് നൽകുന്ന ഫീലിംഗ്, അത് എന്തൊരു തരത്തിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജിയാണത്. സ്വയം സ്നേഹിക്കാതിരിക്കുക എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ട്രെയിറ്റ് ആയിട്ടാണ് കണ്ടുവന്നിരുന്നത് നമ്മൾ. അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഇതാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിലേക്ക് നിങ്ങൾ ചിന്തിച്ചു വരികയാണ്. പലരും ആ ഒരു മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പലർക്കും അത് മനസ്സിലാവുന്നില്ല, അത് അറിഞ്ഞുകൊണ്ടോ കൾച്ചറൽ അപ്ബ്രിങ്ങിങ് ആണത്. കാരണം പല റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ദൈവം അല്ലെങ്കിൽ ത്യാഗം, അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ സഫർ ചെയ്താലാണ് ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുന്നത് എന്ന് വരെ ഒരു കാലം വരെ ഇപ്പോഴും വിശ്വസിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവം ഒരിക്കലും നിങ്ങൾ സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ തന്നെയാണ് ദൈവം, തത്വമസി എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളിൽ തന്നെയാണുള്ളത്. നിങ്ങളെ തന്നെ സഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് സഫർ ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയമാണ്. നെക്സ്റ്റ് വന്നിട്ട് ജൂനിപ്പർ ആൻഡ് ട്രോട്ട് ലില്ലിയാണ്. അധികം അത്യന്ത്യമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുകയാണ്. ചുറ്റുപാടും ജീവിതത്തിലെ പലരും ഒരു നെഗറ്റീവ് ഫേസിൽ നിന്ന് പോസിറ്റിവിറ്റി, സ്ട്രോങ് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന സമയമാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഒരു മാസം കൊണ്ടും സംഭവിക്കുന്നില്ല. പക്ഷേ ആ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റിവിറ്റി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ മാസം തുടങ്ങുമ്പോൾ തുടങ്ങി ആ ഫീലിങ്സിലൂടെ നിങ്ങൾ നടന്ന് സഞ്ചരിച്ച് ഒരു വർഷം മുന്നോട്ടേക്ക് പോകുമ്പോഴും ആ ഒരു പതുക്കെ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരാരും മനുഷ്യരല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ളതിന് നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ ആളുകൾ കാണുന്നത് എങ്ങനെയാണ് എന്നതല്ല, നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. ന്യൂട്രലായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതിന് എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ദൈവത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവുകയും ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതേപോലെ ഫേൺ ആൻഡ് ഗാർലിക് എനർജിയാണ്. ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫേൺ എനർജി, സ്ട്രോങ് കണക്ഷൻ. ഫേൺസ് എന്ന് പറഞ്ഞാൽ വെറുതെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ചില ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും നമ്മൾ കരുതുന്നില്ല. അതിന് വലിയ വിലയൊന്നുമില്ല ഈ ഒരു കിള അല്ലെങ്കിൽ ഈ ഒരു ചെടിക്കെന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഒരു ചെടി സംബന്ധിച്ച് ആ ചെടി വളരെയാണ്, ഗ്രോത്താണ്. മറ്റുള്ളവർ നിങ്ങളെ എന്തായിട്ട് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, നിങ്ങളെ എന്തായിട്ട് കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കാര്യമാണെങ്കിലും
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സോഷ്യൽ സർവീസും മറ്റു കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ വീണ്ടും പറയാണ്, കാരണം ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പല ആളുകൾക്ക് അറിയില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഓടി നടന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ചെയ്താൽ എന്തോ ഒരു തൃപ്തിയാണ്. കാരണം നിങ്ങൾ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം പലരുടെയും എനർജിയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സമയമാണ്. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറുന്ന ഒരു എനർജിയാണ്. സർവീസ് ഫീൽഡിലുള്ളവർ, ഇപ്പോൾ ഡോക്ടേഴ്സ്, ആതുര സേവന രംഗത്ത് നേഴ്സ്, അതുപോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് NGOs ആയിരിക്കാം, സോഷ്യോളജി അതുമായിട്ട് ബന്ധപ്പെടുത്തി സോഷ്യൽ സയൻസസ് പഠിച്ചിട്ടുള്ളവർ, സൈക്കോളജി അതുപോലുള്ള കാര്യങ്ങളും ഇതിലൊക്കെ ഒത്തിരി സാധ്യതകൾ വരുന്ന സമയമാണ്. സ്പിരിച്വലി നിങ്ങൾ ഒത്തിരി കണക്റ്റഡ് ആവുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചു മനസ്സിലാക്കി. അതേപോലെ തന്നെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാണ് കൂടുതൽ കാര്യങ്ങൾ. നിങ്ങൾ ജീവിതത്തോട് തന്നെ ജീവിതം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പുസ്തകങ്ങൾ എഴുതുന്ന സമയം പബ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി റിട്രോഗ്രേറ്റ് എനർജിയിൽ നിന്ന് മാറുന്ന അടുത്ത മാസത്തിലേക്കായിരുന്നു. പല റിട്രോഗ്രേറ്റ് എനർജി മാറിയിട്ടുണ്ട്. പല മെർക്കുറി, വീനസ് ഒക്കെ കഴിഞ്ഞു, റിട്രോഗ്രേറ്റ് എനർജി കഴിഞ്ഞു ഏപ്രിൽ. അപ്പോൾ മെയ്യിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് വിട്ടിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലും ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. Eight of Cups, High Priestess, Eight of Pentacles, Page of Cups, Three of Swords, King of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം 8 of Cups ആൻഡ് 3 of Swords എനർജി കണക്ഷൻസ് ആണ്. പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാര്യങ്ങളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ലൈഫ് മുന്നോട്ടേക്കാണ് പോകുന്നത്, ഒരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളും അതിനൊത്ത് മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ നമ്മൾ പുറകിലായി പോകും. ഇവിടെ എടുത്ത് പറയാൻ നിങ്ങൾ ചിലപ്പോൾ ഒരു അടുത്തിടയ്ക്ക് ബ്രേക്കപ്പോ സിറ്റുവേഷൻസോ നടന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ചില ആളുകളെ സംബന്ധിച്ച് ബുള്ളിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെന്ന് കരുതി സ്ഥിരമായിട്ട് കൂടെ നടത്തുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലായിരിക്കും. നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഏതെങ്കിലും ഒരു സുഹൃത്ത്, നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തെന്ന് കരുതുന്ന ഒരു വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കളിയാക്കുന്ന ഒരു രീതി പണ്ടേ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ വളരെയധികം ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ആ പറയുന്ന വ്യക്തി അത് വളരെ ലൈറ്റായിട്ട് അതിലൊന്നും കാര്യമില്ല എന്ന് കരുതിയിട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അത് ഒരു ഇൻസൾട്ട് തന്നെയാണ്. പക്ഷെ ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് ഇൻസൾട്ടാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ എന്ത് പറയുമ്പോഴും ആ ഒരു വ്യക്തി അത് തമാശയാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഓവർ റിയാക്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നേക്കാം. പക്ഷെ അതങ്ങനെയല്ല. നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ്. ദിസ് ഇസ് ദ ടൈം ടു ലെറ്റ് ഗോ. ഇതൊരു സൗഹൃദമല്ല, മറിച്ച് ആ വ്യക്തി ഒരു ഫണ്ണാണ്. നിങ്ങളെ കളിയാക്കുന്ന ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അവരത് ചെയ്യുമ്പോൾ അത് അവർ മനസ്സിലാക്കാൻ തീരെ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങളായിട്ട് ആത്മബന്ധം അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു സഹാനുഭൂതി പോലും, ഒരു സാധാരണ ഒരു സ്ട്രേഞ്ചറോടുള്ള സഹാനുഭൂതി പോലും ആ വ്യക്തിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളെ പക്ഷേ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കൊച്ചു കാര്യമാണ്, അതിനുവേണ്ടി നിങ്ങൾ ഈ സൗഹൃദം ഇല്ലാതാക്കരുത് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്നുമല്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം, നിങ്ങൾക്ക് വേറെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. കാരണം ആ വ്യക്തിക്ക് ഒത്തിരി സുഹൃത്തുക്കളുള്ളതായിരിക്കും. ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവാം.
പക്ഷേ ഇതൊന്നുമല്ല ആ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാനുള്ള കാരണം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് റെസ്പെക്റ്റ്. അതില്ല എങ്കിൽ ആ സൗഹൃദത്തിനൊരു വാല്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ചിലപ്പോൾ സൗഹൃദമായിരിക്കാം ഇത്, ചിലപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വിവാഹിതരായിട്ടുള്ളവരായിരിക്കാം, ഹസ്ബൻഡ് വൈഫ്. എപ്പോഴും ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ നിങ്ങളെ ആ രീതിയിൽ കരുതുന്നു. ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ സംസാരിക്കുക. ഒരു കൗൺസിലിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ പോയി ശ്രമിക്കാം. കാരണം നിങ്ങളായിട്ട് പറയുമ്പോൾ അതിനെ സീരിയസ്നെസ് എടുക്കുന്നില്ല എങ്കിൽ ഒരു രീതിയിൽ കൗൺസിലിങ്ങിലേക്ക് പോകാം. അപ്പോഴും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടത് റെസ്പെക്റ്റ് ആണ്, അതിനുശേഷമാണ് ബാക്കി എന്തും. എത്ര വലിയ സ്നേഹം ഉണ്ടെങ്കിലും റെസ്പെക്റ്റ് ഇല്ല എങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരു അർത്ഥം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 8 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സോർട്സ് എനർജിയാണ്. ഒത്തിരി ദുഃഖം നൽകിയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ മെയ് മാസത്തിലെ എനർജി, ആ ഒരു എനർജി നിങ്ങളുടെ അതിൻ്റെ വക്കിൽ വരെ എത്തി നിന്നിട്ടും വീണ്ടും തിരിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. അതായത് വിട്ടുപോകുന്നു. നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞിട്ട് ആ വ്യക്തി ഒന്ന് 2 സോറി പറയുമ്പോൾ തിരിച്ചു പോകുന്നു. പക്ഷെ ആ വ്യക്തിയുടെ സോറി പറയുന്ന രീതിയിൽ നിങ്ങൾ തിരിച്ചു പോകണോ വേണ്ടെന്ന രീതി ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം ആ പറയുന്ന രീതിയിൽ തന്നെ ഉണ്ട് അവർ നിങ്ങളോട് ക്ഷമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരികയും അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോറി പറയുമ്പോഴും നിങ്ങളുടെ ഭാഗത്താണെന്നുള്ളൊരു തെറ്റ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത്. പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്താൽ വീണ്ടും തിരിച്ചു വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ലൈഫിൽ മുന്നോട്ടേക്ക് തിരിച്ചു പോക്ക് എന്ന് പറയുന്നത്, പുറകോട്ടേക്ക് പോകുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ സൈൻ അല്ല. മാത്രമല്ല ആ ഒരു വ്യക്തി, ആളുകൾ മാറാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല, മാറുകയാണെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി അത് കാണിക്കും, ആ മാറ്റം. പക്ഷെ അത് ആ വ്യക്തിയിൽ കാണുന്നില്ല, വാക്കുകളിൽ മാത്രമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, എങ്ങനെയാണ് മുന്നോട്ടേക്ക് എങ്ങനെ പോകും എന്നുള്ളൊരു ഒരു നെർവസ്നെസ് ഇവിടെ കാണിക്കും. ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുന്നുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ചെറിയൊരു നെർവസ്നെസ് ഉണ്ടാവും, എത്ര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ. പക്ഷെ നിങ്ങൾക്കത് ഇത്തിരി കൂടുതലായിട്ട് നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആകാം ചിലപ്പോൾ. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ പാസ്റ്റിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ് ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ബിസിനസ്സിലോ കരിയറിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമാവാം. പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫീൽ തരുന്നുണ്ട്. പക്ഷേ ഒരു നെർവസ്നെസ്സിൻ്റെ ആങ്സൈറ്റി ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ലക്കി ബ്രേക്ക് വരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്, മുന്നോട്ടേക്ക് പോവാം. നെർവസ്നെസ് ഉണ്ടാകുമ്പോൾ നെർവസ് ആവരുതെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരുടെ സ്വഭാവമാണ്. പക്ഷേ ആ നെർവസ്നെസ് കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ചില ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിൽ ബിസിനസ്സിൻ്റെ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെ പറയുന്ന സാഹചര്യങ്ങൾ, ചില ആളുകളുടെ സംസാരങ്ങൾ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് ഒഴിവാക്കിയിടുക. അതായത് അവരുടെ അഭിപ്രായങ്ങൾക്ക്, ഇപ്പം ഒരാളൊരു കാര്യം പറയുകയാണ്, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത് എങ്കിൽ അത് കാര്യമുണ്ട് എനിക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുക. കൂടുതൽ അവരായിട്ട് സംസാരിക്കാൻ നിൽക്കാതിരിക്കുക. പക്ഷെ മറുപടി ഒറ്റവാക്കിൽ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പറയാൻ മറക്കാതിരിക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ആ വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ബ്രെയിനിൽ വരുന്നത് ഇതുകൊണ്ട് കാര്യം വല്ലതും ഉണ്ടാവുമോ എന്നുള്ളതാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണ് ഇതുകൊണ്ട് എനിക്ക് കാര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ നാവ് കൊണ്ടാണ് പറയുന്നത്. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബ്രെയിനാണ് എല്ലാ കണക്ഷൻസും. അപ്പോൾ ബ്രെയിനിൽ നിന്ന് അത് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, കോൺഷ്യസ് മൈൻഡിൽ കുറഞ്ഞ പക്ഷേ അതവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നത് നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വ്യക്തി പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൊണ്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാതെ ആ വ്യക്തിയായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നെഗറ്റീവ് ചിന്തിക്കാൻ വേണ്ടിയിട്ടോ അല്ല നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ, നിങ്ങളോട് നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ്, ഇൻഡ്യൂഷനൊക്കെ പറയുന്നത് എന്താണോ അത് ഫോളോ ചെയ്യുക. മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ,
നെക്സ്റ്റ് വന്നിട്ട് ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ വളരെ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ സമയം. നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, ഇൻസ്പയർഡ് ആണ്. പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ്, പലതരത്തിലുള്ള അവസരങ്ങളാണ് വരുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, മറ്റു തരത്തിലുള്ള അവസരങ്ങൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും സാഹചര്യങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സഡനായിട്ടുള്ള ചില മാറ്റങ്ങൾ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ എവിടെയാണ് ആ മാറ്റം വരുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക, എവിടെയാണ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റിയൊരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലാൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മാസമാണ്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ്. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് സാമ്പത്തിക നേട്ടം തരാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുന്ന ഒരു മാസം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒത്തിരി നാൾ കഴിഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ആ റിസൾട്ട് പോസിറ്റീവാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അതേ മാസത്തിൽ വലിയ ലാഭമൊന്നും കാണില്ലല്ലോ. പക്ഷേ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ വരുന്ന ഒരു വർഷത്തിലോ മറ്റോ നിങ്ങൾ ഒരു പുതിയ ഡിറക്ഷനിലേക്ക് പോവുകയാണ്. ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയൊരു കാര്യമായിരിക്കും. അത് എല്ലാവർക്കും അതെ. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ബാഹ്യമായിട്ടുള്ള ആളുകളുടെ മറ്റുള്ളവരുടെ ചിന്തകളല്ല, നിങ്ങളുടെ ചിന്തകളിലാണ് ഊന്നൽ വേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 8 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 3 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു അഡ്വെഞ്ചർ എന്നുള്ള രീതിയിലാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും വരുന്ന ചില മാറ്റങ്ങൾക്കനുസരിച്ചിട്ടും പ്രത്യേക ഏരിയാസിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കായിരിക്കും, ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് ഇതുപോലുള്ള ഫീൽഡിലേക്ക്, അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയിലേക്ക് പോകുന്നതും ആവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു വരുന്ന സമയമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 3 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇമോഷണലി കണക്റ്റഡ് ആവുന്നു, ഇൻഡ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ജേർണലിംഗ് നിങ്ങൾക്ക് സഹായകരവും. നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടുള്ള സെഷൻസ് ആയിട്ട് തിരിക്കാം. അപ്പോൾ അത് ഒന്ന് നിങ്ങളുടെ ഇന്നർ ഫീലിങ്സ് എന്നുള്ളത് വച്ചിട്ട് നിങ്ങൾ പുസ്തകത്തിൽ എഴുതാം ഈ ഒരു ദിവസം സംഭവിക്കുന്ന ഇന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വേറൊരു സെഷനിൽ ഫ്യൂച്ചർ സെൽഫ് എന്നുള്ള രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ പറയുന്ന നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇതൊന്നുമല്ല, ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് പോയ രീതിയിൽ നിങ്ങൾ ഫ്യൂച്ചർ സെൽഫായിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഇന്ന കാര്യങ്ങൾ ഞാൻ ലൈഫിൽ എന്താണോ സംഭവിച്ചത്, എന്തൊക്കെ നെഗറ്റിവിറ്റീസ് എന്തെങ്കിലും ഉണ്ട് ആ സമയത്തെങ്കിൽ ആ നെഗറ്റിവിറ്റീസിനെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ എഴുതാം. അതൊരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ യോഗ ചെയ്യുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ റിലീജിയസ് ആയിരിക്കും, അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, പൂജകൾ, മറ്റു കാര്യങ്ങൾ, പ്രാർത്ഥനകളും അത് നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി എങ്കിൽ ആ രീതിയിൽ. അതല്ല ഒരു ദൈവത്തെയോ വിഗ്രഹത്തെയോ ഒരു മതത്തെയോ ആരാധിക്കുന്നില്ല, മറിച്ച് പ്രകൃതിയെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഫീലിങ്സ് ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലിയൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പൊസിഷനിൽ ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇമോഷണൽ കണക്ഷൻസ് കൂടുതൽ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളൊരു വാട്ടർ സൈൻ ആണ്, അതായത് സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ ഇതിൽ വരുന്നതാണെങ്കിൽ നെപ്റ്റ്യൂൺ എനർജിയാണ്. നെപ്റ്റ്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ പൈസസിൻ്റെ എനർജി കണക്ഷൻസ് സ്ട്രോങ് ആണ്. നെപ്റ്റ്യൂൺ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്, ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഡ്രീം വേൾഡിലായിരിക്കും, സ്വപ്നങ്ങൾ കാണുന്നത് വളരെ കൂടുതലായിരിക്കും. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വർഷം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മാസം വളരെ പ്രാധാന്യമുള്ളത് ഈ വരുന്ന 14 വർഷത്തേക്ക് നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഒരു കാര്യം നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കാൻ കേൾപ്പുള്ളൊരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ ഫ്യൂച്ചർ സെക്യൂർ ആവുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിഗ് താങ്ക് യു.